സവിശേഷമായ വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം പറയുന്നത് ചെയ്തിരിക്കും, ചെയ്യാൻ കഴിയുന്നതേ അദ്ദേഹം പറയുകയുള്ളൂ. അത് പലകുറി തെളിഞ്ഞതാണ്. അദ്ദേഹം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നാം ഒന്ന് കണ്ണോടിച്ചാൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവായി ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങൾ, നിരവധി അനുമോദനങ്ങൾ, നിരവധി അഭിനന്ദനങ്ങൾ ഒക്കെ എത്തി. എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും വിനീതനായി താൻ ഒരു പ്രധാന സേവകൻ മാത്രമാണ്, 145 കോടി മനുഷ്യരുടെ, ഇന്ത്യൻ പൗരന്മാരുടെ വെൽഫെയർ, അവരുടെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ധാർമ്മികവുമായ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരലാണ് തൻ്റെ കടമ, ഉത്തരവാദിത്വം എന്ന് എപ്പോഴും ആവർത്തിക്കുന്ന പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയെ തേടി മറ്റൊരു റെക്കോർഡ് കൂടി വന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഏറ്റവും നീണ്ട കാലം ഭരണഘടനാ പദവികൾ വഹിച്ച വ്യക്തി എന്ന ആ ബഹുമതിയാണ് അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നത്. അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായും ഇന്ത്യൻ പ്രധാനമന്ത്രിയായും അദ്ദേഹം ഭരണഘടനാ പദവിയിൽ 8931 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നേരത്തെ ഈ ഒരു പ്രത്യേകത ഉള്ളത് 24 വർഷത്തിലേറെ സിക്കിം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പവൻകുമാർ ചാലീങ്ങിനാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത് അദ്ദേഹമാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകത അദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നീണ്ടകാലം മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഭരണഘടനാ പദവി വഹിച്ച നരേന്ദ്രമോദി ഈ പവൻകുമാറിൻ്റെ 8930 ദിവസം എന്ന ആ റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 8931 ദിനം ഭരണഘടനാ പദവി വഹിച്ചു പൂർത്തിയാക്കി എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അദ്ദേഹം ഇനിയും നമ്മുടെ ഈ ഒരു ഭരണഘടനാ പദവിയിൽ അദ്ദേഹം വിരാജിക്കട്ടെ എന്ന് മറ്റ് പൗരന്മാർക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. നരേന്ദ്രമോദി എന്ന മനുഷ്യൻ നിസ്സാരക്കാരനല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രത്തലവന്മാരെ, ഭരണത്തലവന്മാരെ എടുത്താൽ അതിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി ലോകത്തിൻ്റെ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. ഇന്ന് അമേരിക്കൻ പ്രസിഡൻറ്റിനോ റഷ്യൻ പ്രസിഡൻറ്റിനോ അവകാശപ്പെടാൻ കഴിയാത്ത അത്ര ജനപിന്തുണ ആർജിച്ച, അത് കേവലം ഭാരതത്തിനുള്ളിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തും ജനപിന്തുണ ആർജിച്ച ഒരു നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ചെല്ലട്ടെ, GCC 6 രാഷ്ട്രങ്ങളുണ്ടല്ലോ, സൗദി അറേബ്യ തുടങ്ങി ഖത്തർ വരെയുള്ള ഈ 6 രാഷ്ട്രങ്ങളിൽ എവിടെ ചെന്നാലും ഏറ്റവും ഊഷ്മളമായ വരവേൽപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. തദ്ദേശീയരായ ജനതയും അവിടെ ചെന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന ഇന്ത്യക്കാരും അദ്ദേഹത്തെ ഒരുപോലെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി ചെവി കൂർപ്പിക്കുന്നു. ആ GCC രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാർക്ക് നരേന്ദ്രമോദി ഉറ്റ തോഴനാണ്. അദ്ദേഹത്തെ അവർ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു. കാരണം അവർക്ക് ഉറപ്പുണ്ട്, ഒരു കാലത്തും അവരെ ഉപദ്രവിക്കാൻ ചെല്ലാത്ത, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിൻ്റെ തലവനും അത് ഭാരതവും നരേന്ദ്രമോദിയുമാണെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുപോലെ അമേരിക്കയിൽ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതുപോലെ ഓസ്ട്രേലിയയിൽ, ജപ്പാനിൽ, റഷ്യയിൽ, ചൈനയിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം വളരെ വലുതാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധരും ഒക്കെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിനോട് ഒരു വാക്ക് മിണ്ടാനും അങ്ങേയറ്റം ആവേശത്തോടുകൂടി തിക്കിത്തിരക്കി വരുന്ന കാഴ്ച നാം നിരന്തരം കണ്ടുവരികയാണ്. എന്തിന്? നിരന്തരം ഊണിലും ഉറക്കത്തിലും ഭാരതത്തോട് അങ്ങേയറ്റം വിരോധവും വെറുപ്പും വച്ചു പുലർത്തുന്ന നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് പോലും നരേന്ദ്രമോദിക്ക് ആരാധകരുണ്ട് എന്ന് പറഞ്ഞാൽ
നമുക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. ചിലപ്പോൾ പ്രയാസമാണ്. പക്ഷേ സത്യം അതാണ്. അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു വിദേശ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് മോദിയുടെ ഭരണമാണ് വേണ്ടത്, മോദിയെപ്പോലൊരു നേതാവിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ, അതുപോലെ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ചങ്കൂറ്റമുള്ള സത്യസന്ധനായ അഴിമതിയില്ലാത്ത ഒരു നേതാവ് ഞങ്ങൾക്കും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനൊരു നേതാവിനെ കിട്ടിയില്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ ഭരിച്ചാലും മതി, പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല എന്നൊക്കെ പറയുന്ന ദൃശ്യങ്ങളും വാക്കുകളുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. അതുപോലെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഇന്ന് നരേന്ദ്രമോദിക്ക് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തെ അവിടെയുള്ള ആ മനുഷ്യർ അത് ഇന്ത്യക്കൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പാകിസ്ഥാനൊപ്പമല്ലേ എന്ന് ചോദിച്ചാൽ അതും അല്ല. അങ്ങനെ ത്രിശങ്കുവിൽ കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവർ പോലും നരേന്ദ്രമോദിയെ അവരുടെ രക്ഷകനായി കരുതുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും മോദിയെ എതിർക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിനോട് യാതൊരു കൂറുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നു. നരേന്ദ്രമോദി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റക്കാരൻ എന്ന മട്ടിലാണ് അവർ പെരുമാറുന്നത്. മോദിയുടെ രക്തത്തിനായി അവർ ദാഹിക്കുന്നു എന്ന് പലപ്പോഴും BJP തന്നെ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദിക്ക് നേരെ അവർ തുരുതുരെ എറിയുന്ന കല്ലുകൾ അദ്ദേഹം പൂച്ചെണ്ടുകളാക്കി മാറ്റുകയാണ്. അതൊരു പ്രത്യേക മാജിക്ക് തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം 2001 മുതൽ, കൃത്യമായി പറഞ്ഞാൽ 2001 ഒക്ടോബർ മുതൽ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന 13 വർഷം നിരന്തരം വേട്ടയാടലുകൾക്ക് ഇരയാകേണ്ടി വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത ഒരു കാലയളവ് ഉണ്ട്. നമ്മളൊക്കെ ആ കാഴ്ച കണ്ടതാണ്. എന്നാൽ നീതിപീഠത്തിൻ്റെ മുന്നിൽ തൻ്റെ സത്യസന്ധത ആ അഗ്നിശുദ്ധിയിലൂടെ തെളിയിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. ഗുജറാത്തിൽ നിന്ന് 3ാമത്തെ തവണയും മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് അദ്ദേഹത്തെ BJP ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിച്ചു. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വീശി അടിക്കുകയായിരുന്നു ആ തരംഗം. ആ തരംഗത്തിൽ പ്രതിപക്ഷം കെട്ടിപ്പൊക്കിയ കോട്ടകളെല്ലാം തകർന്നു വീണു. അദ്ദേഹം BJPയും ഒറ്റയ്ക്ക് കേന്ദ്രത്തിൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തി. NDAക്ക് അന്ന് 300-ന് പുറത്താണ് സീറ്റുകൾ കിട്ടിയത്. 2019-ലും അത് ആവർത്തിച്ചു. 2019-ൽ BJP ഒറ്റയ്ക്ക് 300 സീറ്റുകൾ കടന്നു. എന്നാൽ 2024 എത്തിയപ്പോഴേക്കും BJPക്ക് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. NDA മുന്നണിക്ക് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് ഭരണത്തിൽ നരേന്ദ്രമോദിക്ക് തുടരാനായി. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിക്ക് ഒരു കുറവും തട്ടിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന, ജനങ്ങൾ ഹൃദയത്തിലേറ്റി പൂജിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയാണ് തൻ്റെ ഈ ഭരണഘടനാ പദവിയിൽ, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും കഴിഞ്ഞ ഏതാണ്ട് 25-24 വർഷങ്ങളായി അദ്ദേഹം 8931 ദിനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതൊരു ചെറിയ റെക്കോർഡല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റെക്കോർഡ് നേട്ടം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഇപ്പോഴിതാ ഉക്രൈൻ
റഷ്യയുമായിട്ട് യുദ്ധം ആരംഭിച്ചപ്പോൾ സഹായം ആത്മാർത്ഥമായി ചോദിച്ചത് ഇന്ത്യയോടാണ്. ഈ യുദ്ധം നിർത്താൻ ഇന്ത്യ ഇടപെട്ടാൽ നടക്കും. അമേരിക്ക ഇടപെട്ടിട്ട് വിജയിച്ചില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെട്ടിട്ട് വിജയിച്ചില്ല, മറ്റു പലരും ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഉക്രൈൻ പ്രധാനമന്ത്രി അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നരേന്ദ്രമോദി ഇടപെട്ടാൽ ഈ യുദ്ധം തീരുമെന്നാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത്, റഷ്യൻ പ്രസിഡന്റിനോട് പറഞ്ഞത്, നിങ്ങൾ ദയവായി മനസ്സിലാക്കണം, ഇത് യുദ്ധങ്ങളുടെ കാലമല്ല, സമാധാനത്തിൻ്റെ, വികസനത്തിൻ്റെ, പുരോഗതിയുടെ, ജ്ഞാനവിജ്ഞാനങ്ങളുടെ പങ്കുവയ്ക്കലിൻ്റെ കാലമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇപ്പോഴിതാ ഇറാൻ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷത്തിന് അടിപ്പെട്ടിരിക്കുകയാണ്. ആ ഇറാൻ സഹായം തേടി വന്നിരിക്കുന്നത് ഇന്ത്യയുടെ അടുക്കലാണ്. സമാധാനപൂർണമായ ഏത് ദൗത്യവും ഇന്ത്യ മുന്നിൽ നിന്ന് നയിക്കും എന്ന് ഇറാൻ അറിയാം. വരും ദിവസങ്ങളിൽ ഇറാനിലുണ്ടായിരിക്കുന്ന, പശ്ചിമേഷ്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് അയവുണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചേക്കും. അദ്ദേഹത്തിൻ്റെ നയതന്ത്രം, അദ്ദേഹത്തിൻ്റെ മിടുക്ക് പലകുറി ലോകം കണ്ടതാണ്. എന്തായാലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഉത്തമ പുരുഷനാണ്, മാതൃകാ പുരുഷനാണ് എന്ന കാര്യത്തിൽ.